ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുളകിട്ട മീൻകറി. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ കുറുകിയ ചാറോട് കൂടിയ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതേ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 6-7 ഇല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള എല്ലാം പെട്ടെന്ന് വാടി കിട്ടിക്കോളും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലോട്ടിനി ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം. നമ്മുടെ സവാളയെല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നതുവരെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വാടി കിട്ടണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ചാറ് കിട്ടുന്നതിനായി ഇതിലൊരു 1/4 ഭാഗം മസാല എടുത്ത് നന്നായി അരച്ചു കൊണ്ടുവരാം. ഇപ്പോഴൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായി ചൂടാറിയ ശേഷം വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ മസാലയുടെ 1/4 ഭാഗത്തോളം അരയ്ക്കാനായി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കാലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മത്തി അല്ലെങ്കിൽ ചാള മീനിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് മീനിൻ്റെ കറി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീനെല്ലാം നന്നായി വെന്ത് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലോട്ട് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളയ്ക്കാനായി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി എണ്ണയെല്ലാം തെളിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ടേസ്റ്റി മീൻകറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിത് കപ്പയുടെ കൂടെയാണ് വിളമ്പുന്നത്. ഇനി മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്